ഞാനിവിടെ പിന്നെ കോഴ്സ് എങ്ങനെ ക്രിയേറ്റ് ചെയ്യാം എന്നതാണ് പറയുന്നത്. അപ്പോൾ ഞാൻ എൻ്റെ പേഴ്സണൽ ലോഗിൻ ഐ ഡിയിൽ കയറി. അപ്പോൾ ഞാൻ എൻ്റെ ഐ ഡി ഒരു കോഴ്സ് ക്രിയേറ്റർ ഐ ഡി ആക്കി മാറ്റിയിട്ടുണ്ട്. താഴെ വന്നാൽ സൈറ്റ് അഡ്മിനിസ്ട്രേഷൻ എന്ന് കാണുന്നുണ്ടാവും. അപ്പോൾ ഈ സൈറ്റ് അഡ്മിനിസ്ട്രേഷനിൽ നിങ്ങൾ ക്ലിക്ക് ചെയ്യുക. സോ സൈറ്റ് അഡ്മിനിസ്ട്രേഷനിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ തൊട്ട് താഴെ കോഴ്സസ് എന്ന് കാണിക്കും. അവിടെ മാനേജ് കോഴ്സസ് ആൻഡ് കാറ്റഗറീസ് ഉണ്ട്. അപ്പോൾ അതിൽ പോയി കഴിഞ്ഞാൽ മാനേജ് കോഴ്സസ് ആൻഡ് കാറ്റഗറീസിൽ വന്ന് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഡിഫറെൻറ്റ് കാറ്റഗറി ആയിട്ട് കാണും. സോ നിങ്ങൾ ക്രിയേറ്റ് ചെയ്യുന്ന കോഴ്സ് യു ജി കോർ കോഴ്സ് ആണെങ്കിൽ ഇവിടെ യു ജി അഡീഷണൽ ലാംഗ്വേജ് കഴിഞ്ഞിട്ട് യു ജി കോർ കോഴ്സിൽ വരിക. ദെൻ നിന്നിട്ട് അവിടെ നിങ്ങൾക്ക് ക്രിയേറ്റ് ന്യൂ കോഴ്സ് എന്ന് തൊട്ടടുത്ത് യു ജി കോർ കോഴ്സിൽ ക്രിയേറ്റ് ന്യൂ കോഴ്സിൽ ക്ലിക്ക് ചെയ്യുക. സോ അവിടെ നിങ്ങൾക്ക് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ കോഴ്സിൻ്റെ ഫുൾ നെയിം കൊടുക്കാൻ പറയും, അതിൻ്റെ ഷോർട്ട് നെയിമും കൊടുക്കാൻ പറയും. അപ്പോൾ ഏറ്റവും നല്ലത് കോഴ്സിൻ്റെ ഫുൾ നെയിമിൽ കോഴ്സിൻ്റെ സിലബസിൽ പറയുന്ന ആ നെയിം അതുപോലെ കൊടുക്കുക. കൂട്ടത്തിൽ നിങ്ങൾ കോഴ്സിൻ്റെ കോഡും കൂടി കൊടുക്കണം. ഏറ്റവും നല്ലത് കോഡ് ആദ്യത്തിൽ കൊടുക്കുകയാണ്. കാരണം കോഴ്സിൻ്റെ നെയിം വലിയ നെയിം ആണെന്നുണ്ടെങ്കിൽ ആദ്യത്തെ കുറച്ച് ലെറ്റേഴ്സ് മാത്രം, ആദ്യത്തിൽ 18-19 ലെറ്റേഴ്സ് മാത്രമായിരിക്കും നമ്മുടെ ഡിസ്പ്ലേയിൽ വരിക. അപ്പോൾ കോഡ് പിന്നെ ആദ്യത്തിലാണെങ്കിൽ ആ കോഡ് വെച്ച് കുട്ടിക്ക് മുഴുവനായിട്ടും കോഴ്സിനെ ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റും. മറ്റേത് വലിയ നെയിം ആണെങ്കിൽ ഈ കോഡ് ആദ്യത്തിൽ വരില്ല. കോഴ്സിൻ്റെ ഫുൾ നെയിം തന്നെ ഷോർട്ട് നെയിം ആയിട്ട് കൊടുത്താൽ മതി, ചേഞ്ച് ചെയ്യണ്ട. എല്ലാവരും അങ്ങനെ, കാരണം വലിയൊരു നെയിം ആണെന്നുണ്ടെങ്കിൽ ഷോർട്ട് നെയിമിൽ കൊടുത്ത് നമ്മൾ എത്ര വലിയ നെയിം ആണെങ്കിലും അത് ഫുൾ ഡിസ്പ്ലേ ചെയ്യും. ബട്ട് മുകളിലുള്ളത് നമ്മുടെ വലിയ ഡിസ്പ്ലേയിൽ വരുന്നുണ്ട്, വലിയ ഫോണ്ട് സൈസിൽ വരുന്നതുകൊണ്ട് ഫുൾ നെയിം പലപ്പോഴും വലിയ കോഴ്സിന് ഇതൊക്കെ വളരെ കുറച്ച് പാർട്ട് മാത്രം വരുന്നുള്ളൂ. അപ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം കോഴ്സ് ഫുൾ നെയിമും ഷോർട്ട് നെയിമും സെയിം ആയിട്ട് കൊടുക്കുക. ദെൻ നിങ്ങളുടെ കാറ്റഗറി ഇപ്പോൾ ഞാൻ ആ കാറ്റഗറി സെലക്ട് ചെയ്തുകൊണ്ട് ചേഞ്ച് ചെയ്യേണ്ട ആവശ്യമില്ല. ബാക്കി നിങ്ങൾ ഡേറ്റ് ബാക്കിയൊന്നും പിന്നെ അതൊന്നും എനേബിൾ ചെയ്യേണ്ട ആവശ്യമില്ല. ഡിസ്ക്രിപ്ഷൻ വേണമെങ്കിൽ കൊടുക്കാം. ഇമേജസ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇമേജസ് ആഡ് ചെയ്യാം. പക്ഷേ ഇമേജ് ആഡ് ചെയ്യാതിരിക്കുകയാണ് നല്ലത്. ആ ഇൻഡിവിജ്വൽ ടീച്ചർക്ക് പിന്നെ അത് പോയിട്ട് ആഡ് ചെയ്യാമല്ലോ. സോ ലാസ്റ്റ് പിന്നെ നിങ്ങൾ ജസ്റ്റ് ഇവിടെ സേവ് ആൻഡ് റിട്ടേൺ അല്ലെങ്കിൽ സേവ് ആൻഡ് ഡിസ്പ്ലേ ചെയ്താൽ മതി. ഇത്ര ഒരു കോഴ്സ് ക്രിയേറ്റ് ചെയ്യാൻ ഒരു കോഴ്സ് ക്രിയേറ്റർ ചെയ്യേണ്ട ജോബുള്ളൂ. അയാൾ ആകെ ചെയ്യേണ്ട കാര്യം കോഴ്സിൻ്റെ ഫുൾ നെയിം കൊടുക്കുക, കോഴ്സിൻ്റെ ഷോർട്ട് നെയിം കൊടുക്കുക. ഇത്ര കാര്യങ്ങളെ അയാൾ ചെയ്യേണ്ടതുള്ളൂ. പിന്നെ കോഴ്സിൽ എൻറോൾ ചെയ്യണം കുട്ടിയെ, അത് വേറെ. പിന്നെ അസൈൻ റോൾസ് ഇവിടെ നിങ്ങൾ സേവ് ആൻഡ് ഡിസ്പ്ലേ കൊടുത്തു കഴിഞ്ഞിട്ട് പിന്നെ ചെയ്യേണ്ട കാര്യമാണ്. ഓക്കെ, അപ്പോൾ ഞാനിത് കാണിക്കാൻ വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു കോഴ്സ് ക്രിയേറ്റ് ചെയ്യാണ്. ഫുൾ നെയിമും ഷോർട്ട് നെയിമും കൊടുത്തു. ദെൻ ഞാനിവിടെ സേവ് ആൻഡ് ഡിസ്പ്ലേ എന്ന് കൊടുത്തു. സോ ആ കോഴ്സ് ക്രിയേറ്റഡ് ആവും. സോ ദാറ്റ് കോഴ്സ് ക്രിയേറ്റഡ് ആയി. ഇനി ദിസ് കോഴ്സിൽ നിങ്ങൾ നോക്കിയാൽ പാർട്ടിസിപ്പൻസ്. സോ ഇവിടെ നിങ്ങൾ പാർട്ടിസിപ്പൻസിൽ പോയി കഴിഞ്ഞാൽ ഇവിടെ ടോട്ടൽ പാർട്ടിസിപ്പൻസ് ആരാണുള്ളതെന്ന് കാണിക്കും. ഇവിടേക്ക് നിങ്ങൾ എൻറോൾ ചെയ്യണമെങ്കിൽ ഒരു വേണമെങ്കിൽ എൻറോൾ ചെയ്യാം. പക്ഷേ അതിൽ ചെറിയൊരു ഇഷ്യൂ ഉള്ളത്, നിങ്ങൾ എൻറോൾ ചെയ്യുമ്പോൾ തെറ്റിക്കഴിഞ്ഞാൽ ഒരുപാട് പ്രശ്നങ്ങൾ വരും. അപ്പോൾ അതുകൊണ്ട് എപ്പോഴും അഡ്മിൻ്റെ പെർമിഷനോട് കൂടി മാത്രം നിങ്ങൾ കോഴ്സിലേക്ക് സ്റ്റുഡൻസിനെ എൻറോൾ ചെയ്താൽ മതി. അത് ഒന്ന് അന്വേഷിച്ചിട്ടൊന്ന് ചെയ്യാം. നിങ്ങൾ എൻറോൾ ചെയ്യുമ്പോൾ ഒരു കുട്ടിയെ വിട്ടുപോയാൽ തന്നെ നമുക്കിവിടെ കൊഹോട്ട് വെച്ചിട്ട് മുഴുവൻ സ്റ്റുഡൻസിനും ഒന്നിച്ച് എൻറോൾ ചെയ്യാൻ പറ്റും. സോ ആ ഓപ്ഷൻ അറിയുന്നവർ മാത്രം അത് ചെയ്യുക. അതർവൈസ് പിന്നെ നമ്മൾ എൻറോൾ ചെയ്ത് കഴിഞ്ഞാൽ അവരെ ഡിലീറ്റ് ചെയ്യണമെങ്കിൽ നമ്മൾ ഓരോരുത്തരെയും പിടിച്ച് ഡിലീറ്റ് ചെയ്യേണ്ടി വരും. അപ്പോൾ കോഴ്സ് ക്രിയേറ്റ് ചെയ്യാം. അപ്പോൾ കോഴ്സ് ക്രിയേറ്റ് ചെയ്ത് ടീച്ചർക്ക് അതിൽ കണ്ടന്റ് ആഡ് ചെയ്യാം. എൻറോൾ എപ്പോൾ ചെയ്യണം എന്നുള്ളത് ഞാൻ പറഞ്ഞിട്ട് അഡ്മിൻ പറഞ്ഞിട്ട് പിന്നെ ചെയ്താൽ മതി. ഓക്കെ.